ഹലോ, ഞാൻ എൻ്റെ ഫോണൊന്ന് സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിച്ചൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ. ആദ്യം ഒട്ടിച്ചിരുന്ന സ്ക്രീൻ ഗാർഡ് പൊട്ടി, മക്കളെ കയ്യിൽ നിന്ന് തറ വീണു. എനിക്ക് അത്രയ്ക്കുണ്ട് സൂക്ഷിപ്പ്. പിള്ളേരയിലൊക്കെയാണ് ഫോൺ കൊടുക്കുന്നത്. അങ്ങനെ ആദ്യം അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ ആളില്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊന്ന് കൊട്ടിയൊക്കെ നോക്കി. എനിക്ക് വെളിയിൽ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ, അകത്ത് ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്ന്. എന്നിട്ടും പിന്നെ എന്തിനാ കൊട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ചിലപ്പോൾ താഴെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പോൾ വാപ്പ പറഞ്ഞ് അവർ വീട്ടിൽ പോയി പള്ളിയിലും കയറി വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ടേ വരുത്തോളം എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ കടയിൽ പോയി നിന്നിട്ട് പിന്നെ അവർ വന്നപ്പോഴത്തേനും ഞാൻ വീണ്ടും കടയിൽ വന്നു. എൻ്റെ ഫോണൊക്കെ കൊടുത്തു. ബാക്കി വീഡിയോസ് എടുക്കുന്നത് വാപ്പാടെ ഫോണിലാണ്. അങ്ങനെ താണ്ടേ സ്ക്രീൻ ഗാർഡ് ഏത് വേണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ് നല്ല സാധനം നോക്കി ഒട്ടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഇക്കാടെ ഫോണിൽ ഒട്ടിച്ചേക്കുന്ന സ്ക്രീൻ ഗാർഡ് കാണിച്ചു തന്നു കേട്ടോ. അപ്പം ഇതാണ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തൊടുമ്പോഴൊക്കെ ഒരു സ്മൂത്തായിട്ടൊക്കെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ ഒട്ടിച്ചോളാൻ അത് തന്നെ ഒട്ടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ബാക്ക് പ്രൊട്ടക്ടറൊക്കെ ഒട്ടിക്കാനായിട്ട് നമ്മളെ സ്ക്രീൻ ബാക്കിലത്തെ ബോഡിയൊക്കെ ഭയങ്കര സ്ക്രാച്ചൊക്കെ വീഴുന്നതുകൊണ്ട് ഞാൻ മേടിച്ച് അതും കൂടെ കിടക്കട്ടെ എന്ന്. അങ്ങനെ അതൊക്കെ ഒട്ടിക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് മെഷീനിലൊക്കെ കട്ട് ചെയ്തെടുത്ത് കേട്ടോ. ഒട്ടിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പൊങ്ങിയിരിക്കുന്ന ഇവിടെ പൊങ്ങിയിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ അടിച്ചിറക്കിയേനെ. ഈ ഇക്കാക്ക് എന്തോ സ്നേഹമുള്ള ഇക്കായാണ്, അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്തില്ല. അടിയിട്ടത് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ അവർ കണ്ട് ഒട്ടിച്ച് നല്ല വർക്കാണ് കേട്ടോ. പുതിയ കടയാണ്, അതുകൊണ്ട് ഞാൻ പേടിച്ചാണ് കൊണ്ടുവന്നത്. അയ്യോ എന്താവും എങ്ങനാവും എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫോണിൻ്റെ കാര്യത്തിൽ ഞാൻ എല്ലാം നോക്കും കേട്ടോ. കാര്യം നമ്മളെപ്പോഴും നമ്മൾ സ്ക്രീൻ ഗാർഡ് പൊട്ടുമ്പോഴൊക്കെ ഒന്നും മാറ്റി നിന്നാലേ ഒരു പൊട്ടലിലൊക്കെ അങ്ങ് മാറ്റാൻ പറ്റുമോ. അപ്പോൾ ഇങ്ങനെ ഏതാണെന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പോയി ഒട്ടിച്ചത്. പക്ഷേ എൻ്റെ വർക്കൊക്കെ അടിപൊളി കേട്ടോ, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഈ പൗച്ചും കൂടെ ഒന്ന് തുടച്ച് തരുമെന്ന്. അവരെ കയ്യിൽ ആ സാധനം വെച്ച് തുടക്കുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആവുകയെ. അങ്ങനെ പിന്നെ ആ പൗച്ചും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് റെഡിയാക്കി. അങ്ങനെ പുതിയ കടയായിട്ടുള്ള പേടിയുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഒട്ടിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേനും ഓക്കെ ആണെന്ന് തോന്നി. അങ്ങനെ താണ്ട് എൻ്റെ ബാക്കിലത്തെ ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ടിൽ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിച്ച്. അപ്പോൾ ഫോണെല്ലാം സെറ്റായിട്ടുണ്ട്. ഒരു മെഷീൻ വർക്കൊക്കെ നല്ല ഇതാണ് കേട്ടോ. പോയി ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് അയ്യോ അവിടെ പൊങ്ങിയിരിക്കുന്നു, ഇവിടെ ഇങ്ങനെ ഏറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ മെഷീനിലൊക്കെ കൊണ്ടുപോയി എല്ലാം ഇതാക്കി റെഡിയാക്കിയൊക്കെ കൊണ്ട് തന്നു. അങ്ങപ്പോഴത്തേനും മോൻ വന്നു കേട്ടോ. മോൻ വന്നപ്പോഴത്തേനും പൗച്ച് താങ്ങുന്നുണ്ട്. അപ്പോൾ ആളുടെ സ്വഭാവം മാറി. അങ്ങനെ ഞാൻ മോനെ അതൊന്നും വേണ്ട, ഉമ്മയ്ക്ക് വേറെ ഉണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പിടിച്ചെടുത്തോണ്ട് വന്നു കേട്ടോ. അപ്പം നല്ല വർക്കൊക്കെയാണ്, എനിക്കിഷ്ടപ്പെട്ടു. പുതിയ കടയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റ ബൈ ബൈ, സി യു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ.